ഒരു ദരിദ്രനെ സഹായിച്ചാൽ, ഒരു യതീമിനെ സഹായിച്ചാൽ, ഒരു അയൽവാസിയെ സഹായിച്ചാൽ അവൻ ആ വർഷം മുഴുവനും സഹായിച്ചവനെ പോലെയാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരട്ടെ, തൗഫീഖ് തരട്ടെ. ഈ മാസത്തിൽ കഴിയുന്നത്ര ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. മാത്രമല്ല മുഹറം 10 ദിവസം നമ്മളൊക്കെ നോമ്പുകാരായിരിക്കണം. നോമ്പുകാരായിരിക്കെ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട മക്കളെ, ഉമ്മ, മുഹറം 10 അന്നത്തെ ദിവസം നോമ്പ് തുറക്കുമ്പോ തിരക്കുകൾ മാറ്റിവെക്കണേ. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വാപ്പയും ഉമ്മയും മക്കളും പേരമക്കളും ഒരുമിച്ചുകൂടി വീടിന്റെ അകത്ത് നോമ്പ് തുറക്കാൻ ഒരുമിച്ച് കൂടണേ. ആ മുഹറം 10 കുടുംബങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ചുകൂടി നല്ലതുപോലെ ഒരു സുഫയുടെ മുകളിൽ ഒരു മേശപ്പുറത്ത് എല്ലാവരും ഒരുമിച്ച് കൂടണം. എന്നിട്ട് മുഹറം 10 അന്ന് ആ ഗൃഹനാഥൻ വീട്ടുകാരൻ ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് എല്ലാ ദിവസത്തിനേക്കാളും വ്യത്യസ്തമായി മുഹറം 10 മൻ വസ്സാല ഇയാലിഹി യൗമ അശൂറാ വസ്സല്ലാഹു അലൈഹി ഫീ സനതി കുല്ലിഹാ. മുഹറം 10 അന്ന് തന്റെ കുടുംബങ്ങൾക്ക്, തന്റെ സന്താനങ്ങൾക്ക് ഒരാള് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്താൽ, എല്ലാ വിഷയത്തിലും ഒരു വിശാലത ചെയ്തു കൊടുത്താൽ അവനിക്ക് ആ വർഷം മുഴുവനും അല്ലാഹു വിശാലത ചെയ്യുമെന്ന് ഇമാമിങ്ങൾ. ഇത് വെറുതെ പറഞ്ഞതല്ല, ഇത് മുജറബാത്താണ്. ഖാല സുഫിയാൻ ഇബ്നുൽ ഉയൈനി റളിയല്ലാഹു അൻഹു ജറബനൽ അമല ബിഹാദൽ ഹദീസ് 50 സനത ഔ 60 സനത ഫവജദ്നാഹു കദാലിക. ആ മഹാനവറുകൾ പറയുന്നു, ഞാൻ 50-60 വർഷക്കാലം ഇതുപോലെ എല്ലാ മുഹറം 10 വിശാലത ചെയ്തു. ആ 60-50 വർഷക്കാലം എന്റെ ജീവിതത്തിൽ മുഴുവനും അല്ലാഹു വിശാലത ചെയ്തു തന്നിട്ടുണ്ട്. അനുഭവം കുറിക്കുകയാണ്. അതുകൊണ്ട് ഈമാനുള്ളവരെ, നമ്മുടെ മുഹറം 10 ദിവസം വ്യാഴാഴ്ച അസ്തമിക്കുന്ന നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ തിരക്ക് പിടിച്ച് ഒറ്റപ്പെടരുത്. അന്ന് നേരത്തെ വീട്ടിൽ വരണോ. ഭാര്യയോടുകൂടെ, ഉമ്മയോടുകൂടെ, ഉപ്പയോടുകൂടെ, മക്കളോടുകൂടെ നോമ്പ് തുറക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടണോ. അന്ന് പ്രത്യേകമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് വിശാലത ചെയ്യണോ. അങ്ങനെ ഒരു കുടുംബത്തിൽ ചെയ്താൽ ആ വർഷം മുഴുവനും അവർക്ക് റബ്ബ് വിശാലത ചെയ്യുമെന്ന് ഇമാമിങ്ങൾ അനുഭവിച്ചറിഞ്ഞ 50-60 വർഷം അനുഭവിച്ചിട്ടുള്ള അവരുടെ ആ അനുഭവമാണ് നമ്മോട് പങ്കുവെക്കുന്നത്. അല്ലാഹു